MCQs ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. First question, a consumer has a maximum demand of 200 kilowatt at 40% load factor. If the tariff is 200 per kilowatt of maximum demand plus 10 paise per kilowatt hour, find the annual charge. അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ എന്താണ് പവർ മീറ്റർ റീഡിങ്ങിൽ റീഡിങ് ചെയ്യുന്നു, പവർ റേറ്റിംഗ് തരുന്നു, നമ്മൾ KSEBയിൽ കൊണ്ട് എന്താണ് പൈസയൊക്കെ അടയ്ക്കാറുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ പേ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണിത്. അതായത് മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട് 200 കിലോവാട്ട് ആണ്. അതുപോലെ അവിടുത്തെ ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട് 40% ആണ്. യൂണിറ്റ് കൺസ്യൂംഡ് പെർ ഇയർ, ഒരു വർഷത്തേക്ക് എത്ര യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്യുന്നത് എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് എന്താണ് മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ ഇൻറ്റു ഹവേഴ്സ് ഇൻ ആൻ ഇയർ. അത് വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് മാക്സിമം ഡിമാൻഡ് 200 കിലോവാട്ട് ഉണ്ട്, ലോഡ് ഫാക്ടർ പറയുന്നത് 40%. സോ നമ്മളത് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.4 മാറുന്നു. ഒരു വർഷത്തെ എത്ര ഹവേഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ 8716 ഹവേഴ്സ് ഉണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ എന്താ വരുന്നത്, യൂണിറ്റ് കൺസ്യൂംഡ് പെർ ഇയർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താ ആനുവൽ ചാർജ്, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ആനുവൽ ചാർജ് എന്നാണ്. ആനുവൽ ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കിയാൽ മാക്സിമം ഡിമാൻഡ് ചാർജസ് പ്ലസ് എനർജി കൺസ്യൂംഡ് ചാർജ് ആണ്. അപ്പോൾ ആനുവൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്, മാക്സിമം ഡിമാൻഡ് ചാർജസ് എത്രയാണോ അല്ലേ, മാക്സിമം ഡിമാൻഡ് ചാർജസ് പ്ലസ് എന്നാണ് എനർജി കൺസ്യൂംഡ് ചാർജ് ആണ്. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 200 × 200 പ്ലസ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും, 1,10,080 rupees എന്ന് വരും. അതായത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഫോർമുലകളൊന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. Next question, question number 2. Suppose a plant that has installed capacity of 20 megawatt produces annual output of 7.35 into 10⁶ kilowatt hour and remains in operation for 2119 hours in a year. Find the planned use factor. Planned use factor ആണ് കണ്ടുപിടിക്കാൻ പാടുള്ളത്. Planned use factor കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ produced annual output by planned capacity into hour of use ആണ്. അപ്പോൾ എന്താണ് planned use factor കണ്ടുപിടിക്കാനുള്ള ഫോർമുല, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതാണ് നമ്മുടെ ഫോർമുല അല്ലേ. എന്താണ് produced annual output, എത്ര ആനുവൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അല്ലേ, by planned capacity in hours of use ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. നമ്മളതിൽ ക്വസ്റ്റ്യനിൽ എന്താണ് ആനുവൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 7.35 into 10⁶ kilowatt hour എന്ന് തന്നിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 20 into 10⁻³ into എത്രയാണ്, റിമെയിൻ ഓപ്പറേഷൻ ഫോർ 2119 hours in an year. അതായത് ഹവേഴ്സ് ഓഫ് യൂസ് ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 16.7% എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കേട്ടോ അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. Next question, question number 3. A power station has a maximum demand of 50,000 kilowatt. The annual load factor is 50% and plant capacity factor is 40%. Determine the reverse capacity of the plant. Plantന്റെ എന്താണ് കണ്ടുപിടിക്കാൻ പറയുന്നത്, റിവേഴ്സ് കപ്പാസിറ്റി. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, റിവേഴ്സ് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ് ആണ്. സോ നമ്മളെ മാക്സിമം ഡിമാൻഡ് 50 മെഗാവാട്ടിനാക്കി കിലോവാട്ടിനെ കൺവേർട്ട് ചെയ്തു, മെഗാവാട്ടിലേക്ക് കൊണ്ടുവന്നു. ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്, 50% മാറ്റുമ്പോൾ എത്രയാണ്, 0.5%. അടുത്ത എന്താണ്, പ്ലാന്റ് കപ്പാസിറ്റി 40% ആയതുകൊണ്ട് 0.4 കിട്ടു. അപ്പോൾ ആവറേജ് ലോഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, കാരണം പ്ലാന്റ് കപ്പാസിറ്റി അതായത് റിവേഴ്സ് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് ഏത് ഫോർമുലയിലാണ്, പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ആവശ്യമുണ്ട് അവിടെ, നമ്മളെ ക്വസ്റ്റ്യനിൽ മാക്സിമം ഡിമാൻഡ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ, പക്ഷെ എന്തില്ല, പ്ലാന്റ് കപ്പാസിറ്റി നമ്മളെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ പ്ലാന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. ആ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, പ്ലാന്റ് കപ്പാസിറ്റി. അപ്പോൾ റിവേഴ്സ് കപ്പാസിറ്റി, ഒരു പ്ലാന്റിന്റെ റിവേഴ്സ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്, പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ് ആണ്. പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ് ആണ്. സോ നമുക്ക് എന്ത് ആവശ്യമുണ്ട്, പ്ലാന്റ് കപ്പാസിറ്റി ആവശ്യമുണ്ട്. സോ പ്ലാന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്,
ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. അപ്പോൾ ആവറേജ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ആവറേജ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ ആവറേജ് ലോഡ് വേണം അല്ലേ? ലോഡ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 0.5 ഇൻറ്റു 50 ചെയ്താൽ 7.5 എന്ന് കിട്ടും. സോ 7.5 ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ക്വസ്റ്റ്യനിലെ 0.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? പ്ലാന്റ് കപ്പാസിറ്റി 18.75 മെഗാവാട്ട് എന്ന് കിട്ടും. സോ ഈ 18.75 മെഗാവാട്ടിന് നമ്മൾ എന്താണ് റിവേഴ്സ് കപ്പാസിറ്റി ഓഫ് പ്ലാന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിവേഴ്സ് കപ്പാസിറ്റി പ്ലാന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3.75 മെഗാവാട്ട് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next question number 4. The peak load on a power plant is 60 megawatt. The load having maximum demand of 30 megawatt, 20 megawatt, 10 megawatt and 50 megawatt are connected to the power plant. Find the diversity factor. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡൈവേഴ്സിറ്റി ഫാക്ടർ ആണ്. ഡൈവേഴ്സിറ്റി ഫാക്ടർ ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ലേ? സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദി ഗ്രൂപ്പ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടറിലേക്ക് ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഏതൊക്കെയാണ്? 30 + 20 + 10 + 50 ഇട്ട് കൊടുത്തു. അടുത്ത എന്താണ്? ടോട്ടൽ അല്ലേ? പീക്ക് ലോഡ് ഓഫ് പവർ പ്ലാന്റ് തന്നിട്ടുണ്ട് 60 മെഗാവാട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 75/60 കിട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1.25. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ഫോർമുലകളൊക്കെ ഒന്ന് നന്നായി പഠിച്ചു പോവുക. കാരണം ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇതുപോലെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. Question number 5. If a fixed amount of power is to be transmitted over a certain length with fixed power loss, then എന്താ സംഭവിക്കുന്നത്? നോക്കിയേ, ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് പവർ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സർട്ടൈൻ ലെങ്ത്തിൽ അല്ലേ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ വിത്ത് ഫിക്സഡ് പവർ ലോസ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ എന്താ സംഭവിക്കുക നോക്കിയേ. ഓപ്ഷൻ എ, ദ വെയിറ്റ് ഓഫ് ദ കണ്ടക്ടർ റിക്വയർ വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ്. നെക്സ്റ്റ് എന്താണ്? ദ വെയിറ്റ് ഓഫ് ദ കണ്ടക്ടർ റിക്വയർ വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ വോൾട്ടേജ് ആൻഡ് ദാറ്റ് ഓഫ് the power factor of the load. Option C, the weight of the conductor required will be inversely proportional to the square of the voltage and that of power factor of the load. Option D ennaana? The weight of the conductor will be proportional to the square of the voltage and directly proportional to the power factor of the load. അപ്പോൾ തന്നിട്ടുണ്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു സർട്ടൈൻ ലെങ്ത് വിത്ത് ഫിക്സഡ് പവർ ലോസ് ആണെങ്കിൽ അവിടുത്തെ കണ്ടക്ടറിലൂടെയല്ലേ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് ഓഫ് ദ കണ്ടക്ടർ റിക്വയർഡ് വിൽ ബി എങ്ങനെയായിരിക്കണം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് ദ വോൾട്ടേജ് ആണ്. അങ്ങനെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദി ഏത് രീതിയിലായിരിക്കും? വെയിറ്റ് ഓഫ് ദ കണ്ടക്ടർ റിക്വയർ വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് വോൾട്ടേജ് ആൻഡ് ദാറ്റ് ഓഫ് പവർ ഫാക്ടർ ഓഫ് ദ ലോഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അത് തന്നെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. Next, question number 6. A transmission line consisting of which of the following distribution constraints? അതായത് ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ അല്ലേ എന്തൊക്കെ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രെയിൻസ് നീഡഡ് ആണ്. അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ എന്തൊക്കെയുണ്ട്? റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, സീരീസ് ആൻഡ് ഷണ്ട് കപ്പാസിറ്റൻസ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ സോ ഇറ്റ്സ് കാൽക്കുലേഷൻ ബിക്കെയിം വെരി കോംപ്ലക്സ്. ഇത്രയും സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് അവിടുത്തെ കാൽക്കുലേഷൻ വന്നിട്ട് എങ്ങനെയായിരിക്കും? വളരെ കോംപ്ലക്സ് ആയിരിക്കും അല്ലേ? സോ ഇതിനെയൊക്കെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ഒരു ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കേസായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ലംബ്ഡ് പാരാമീറ്റർ ഉണ്ട്, അതുപോലെ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ്? ഒന്ന് ലംബ്ഡ് പാരാമീറ്ററും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്ററും ഉണ്ട്. അപ്പോൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്താണ് യൂസ് ചെയ്യുക? നമ്മളവിടെ പറയുന്ന പേര് ലംബ്ഡ് പാരാമീറ്റർ ആണ്. അതേസമയം അത് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആണ് നമ്മളവിടെ എടുക്കുന്നതെങ്കിൽ അതെന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ ആണ്. നോട്ട് ചെയ്യുക, എന്താണ് അവിടെ? ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ ആണ്. അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈൻ കൺസിസ്റ്റിംഗ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ കോൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് അറിയാം. ഏതൊക്കെയുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്ടൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്. കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ സീരീസ് കപ്പാസിറ്റൻസും പാരലൽ അല്ലെങ്കിൽ ഷണ്ട് കപ്പാസിറ്റൻസും ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ വരുന്നത് ഏതൊക്കെയാണ് നോക്കിയേ? റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, സീരീസ് ആൻഡ് ഷണ്ട് കപ്പാസിറ്റൻസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് പോവാം. Next, question number 7. The value of inductance per conductor in a three-phase line is dash times the loop inductance of a single-phase line. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു 3-phase ലൈനിലെ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ ഇൻ എ 3-phase ലൈൻ ഈസ്
എത്ര ടൈം ആയിരിക്കും ലൂപ്പ് ഇൻഡക്റ്റൻസ് ഓഫ് എ സിംഗിൾ ഫേസ് ലൈനിൻ്റെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ വന്നിട്ട് ഒരു 3 ഫേസ് ലൈനിൽ സിമെട്രിക്കൽ സ്പേസിംഗ് എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടി ഏതാണ് വരുന്നത്? കറക്റ്റ് ആൻസർ ഹാഫ് ആയിരിക്കും, പകുതി ആയിരിക്കും എന്ന് നോട്ട് ചെയ്യുക. 1/2 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. അതായത് ലൂപ്പ് ഇൻഡക്റ്റൻസ് ഓഫ് എ സിംഗിൾ ഫേസ് ലൈൻ പറയുമ്പോൾ L2 = 2 × L1 ആണ്. സോ L2ന് ഉള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ഹാഫ്, അതായത് L1 = 1/2 × L2 ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനും ഫോർമുലയൊക്കെ ഒന്ന് നോക്കി പോവുക. ഓക്കെ. Next question number 8. Hence, inductance per conductor in a 3-phase line is half time of the loop inductance of single phase line. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടർ 3-phase ലൈനിൻ്റെ എങ്ങനെയാണ്? ഹാഫ് ടൈം ഓഫ് ദ ലൂപ്പ് ഇൻഡക്റ്റൻസ് ഓഫ് സിംഗിൾ ഫേസ് ലൈൻ ആണ്. സോ അവിടുത്തെ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ലെസ് ദാൻ. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. അതായത് നമ്മളിത് ഒന്ന് ഓർത്ത് വെക്കുക, ഒരു ടേബിൾ. അതായത് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ലെങ്ത്തും അതിൻ്റെ ഓപ്പറേറ്റിംഗ്. അതായത് ട്രാൻസ്മിഷൻ ലൈൻ പറയുമ്പോൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടാവും, മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടാവും, ലോങ് ട്രാൻസ്മിഷൻ ലൈൻസ് ഒക്കെ ഉണ്ടാവും. ഒരു ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ലെങ്ത്ത് പറഞ്ഞു കഴിഞ്ഞാൽ up to 80 കിലോമീറ്റർ. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. അപ്പോൾ അത് നന്നായി നോക്കി പോകണം. കാരണം അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗും റിലേറ്റഡ് ആയിട്ട് ഒന്നുമില്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, മാച്ച് ദ ഫോളോയിങ് പോലെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ. അപ്പോൾ ഒരു ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ up to 80 കിലോമീറ്റർ ആണ്. നോട്ട് ചെയ്തോളൂ. അതുപോലെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ up to 20 kV. മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ പറഞ്ഞാൽ 80 to 160 എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം കേട്ടോ, കിലോമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് പറഞ്ഞു കഴിഞ്ഞാൽ 20 kV to 100 kV ആണ്. ലോങ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുമ്പോഴോ ഗ്രേറ്റർ ദാൻ 160 കിലോമീറ്റർ ആണ്. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് വന്നിട്ട് ഗ്രേറ്റർ ദാൻ 100 kV ആണ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ലെസ് ദാൻ ഏത് രീതിയിലാണ്? എന്തായിരിക്കും? അത് 80 കിലോമീറ്റർ ആണ് കേട്ടോ. എത്രയാണത്? 80 കിലോമീറ്റർ ആണ്. നോട്ട് ചെയ്തോളൂ. Next question, which of the following effect is resulted because of the size of the conductor, frequency and the specific resistance of a conducting material? അപ്പോൾ താഴെ തന്നിട്ടുള്ളത് ഏത് എഫക്റ്റ് ആണ് നമ്മുടെ സൈസ് ഓഫ് കണ്ടക്ടർ, അതുപോലെ ഫ്രീക്വൻസി, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടിങ് മെറ്റീരിയലിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്? അതായത് സ്കിൻ എഫക്റ്റ് ആണ്. എന്താണ് സ്കിൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് എൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് ടു ഫ്ലോ മോർ നിയർ ടു ദ സർഫസ് ഓഫ് ദി കണ്ടക്ടർ ആണ് അല്ലേ. മോർ നിയർ ടു ദി സർഫസ് ഓഫ് ദി കണ്ടക്ടർ ആണ്. ഓക്കെ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? സ്കിൻ എഫക്റ്റ് ആണ് കേട്ടോ. നോട്ട് ചെയ്തോളൂ. Question number 10. Line insulators are made of. Line insulator എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ എ പോർസലൈൻ, ഓപ്ഷൻ ബി മൈക്ക, ഓപ്ഷൻ സി മാർബിൾ, ഓപ്ഷൻ ഡി PVC. ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ലൈൻ ഇൻസുലേറ്റേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നത്? പോർസലൈൻ കൊണ്ടാണ്. പോർസലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എൻ അലുമിനിയം സിലിക്കേറ്റ് ആണ് പോർസലൈനിൽ അടങ്ങിയിട്ടുള്ളത് അല്ലേ. മെറ്റീരിയൽ ഏതാണ്? അലുമിനിയം സിലിക്കേറ്റ് ആണ്. സോ അലുമിനിയം സിലിക്കേറ്റ് എന്തുമായിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്? പ്ലാസ്റ്റിക്, കൈലോൺ, feldspar, cords to obtain final hardened glazed porcelain insulated material. മെയിൻ ആയിട്ട് നമ്മൾ പോർസലൈൻ യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ലോങ് ലൈഫ് ആണ്. ഓക്കെ. പിന്നെ എന്താണ്? ഹാവിങ് ഹയർ ലീക്കേജ് ഡിസ്റ്റൻസ് profiles, easy to identify a damage unit, strong and compression. നമ്മൾ കണ്ടിട്ടുണ്ടാവുന്നതൊക്കെ അല്ലേ. നമ്മുടെ ലൈൻ ഇൻസുലേറ്റർ, നമ്മുടെ ലൈനിൻ്റെ മേലേക്ക് ഒരു എന്താ പറയുക, ബ്ലാക്ക് കളർ എന്ന രീതി, ബ്ലാക്കും അല്ല ഒരു ബ്രൗണിഷ് കളറിലൊക്കെയാണ് അത് കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ്? പോർസലൈൻ മെറ്റീരിയൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ലൈൻ ഇൻസുലേറ്റേഴ്സ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പോർസലൈൻ ആണ്. Next question number 11. Copper has less resistance than aluminium and has greater tensile strength than aluminium. To work, copper proves an excellent material as compared to aluminium. In spite of this, nowadays aluminium is extensively used in transmission and distribution of power supply because എന്താ പറയുന്നത്? നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ, ബെസ്റ്റ് കണ്ടക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ കണ്ടക്ടർ എപ്പോഴും നമ്മൾ കോപ്പർ ആണെന്ന് പറയും. പക്ഷേ നൗഡേയ്സ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? അലുമിനിയം ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. എന്തിനു വേണ്ടിയിട്ട്? ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ സപ്ലൈ. അതിന് റീസൺ എന്താണ്? Okay, option A എന്താണ്? It is cheaper than copper. Option B, copper is not available. Option C, it is light in weight. Option D, it is easily available. കാരണം എന്താണ്?
അപ്പോൾ നോക്കിയേ, ഇറ്റ് ഈസ് ചീപ്പർ ദാൻ കോപ്പർ. കോപ്പർ ഈസ് നോട്ട് അവൈലബിൾ. ഇറ്റ് ഈസ് ലൈറ്റ് ഇൻ വെയ്റ്റ്. ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ. അപ്പോൾ എന്താ പ്രത്യേകത? കോപ്പർ ഹാസ് ലെസ് റെസിസ്റ്റൻറ്റ് ദാൻ അലുമിനിയം അല്ലേ? കോപ്പറിന് എന്താണ്? ലെസ് റെസിസ്റ്റൻറ്റ് ദാൻ അലുമിനിയം. അതുകൂടാതെ എന്താണ്? ഗ്രേറ്റർ ടെൻസൈൽ സ്ട്രെങ്ത് ദാൻ അലുമിനിയം ആണ് അല്ലേ? പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് അലുമിനിയം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ പർപ്പസിന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഇൻ എക്സ്പെൻസീവ് ആണ്. കോപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ അലുമിനിയം എന്താണ്? എക്സ്പെൻസീവ്ലി അല്ല. ഓക്കെ, കമ്പയർ ടു കോപ്പർ. അതുകൊണ്ടാണ്. അപ്പോൾ ഇറ്റ് ഈസ് ചീപ്പർ ദാൻ കോപ്പർ. അതാണ് റീസൺ. വളരെ സിമ്പിൾ ആയിട്ടുള്ള. അപ്പോൾ ബെസ്റ്റ് കണ്ടക്ടർ ഏതാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് കോപ്പർ തന്നെയാണ്. പക്ഷേ എന്താണ് നമ്മൾ അലുമിനിയം യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് റീസൺ? ചീപ്പർ ആണ്. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 12. എക്സ്ട്രാ ഹൈ ടെൻഷൻ കേബിൾസ് ആർ യൂസ്ഡ് ഫോർ ദ വോൾട്ടേജ് ലെവൽ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേബിൾസ് പഠിക്കുമ്പോൾ ലോ ടെൻഷൻ കേബിൾ, ഹൈ ടെൻഷൻ കേബിൾ, സൂപ്പർ ടെൻഷൻ കേബിൾ, എക്സ്ട്രാ ഹൈ ടെൻഷൻ, എക്സ്ട്രാ സൂപ്പർ ടെൻഷൻ കേബിൾ. ഇങ്ങനെ തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിക്കണം. ഇതിന്ന് ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്, വരാറുണ്ട്. എപ്പോഴും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ലോ ടെൻഷൻ കേബിൾ ആണെങ്കിൽ വോൾട്ടേജ് റേഞ്ച് എങ്ങനെയാണ്? 1 kV ആണ് അല്ലേ? ഹൈ ടെൻഷൻ കേബിൾ ആണെങ്കിൽ അപ് ടു 11 kV ആണ്. സൂപ്പർ ടെൻഷൻ കേബിൾ എടുക്കുമ്പോൾ അപ് ടു 33 kV വരെ യൂസ് ചെയ്യാറുണ്ട്. എക്സ്ട്രാ ഹൈ ടെൻഷൻ ആണെങ്കിൽ അപ് ടു 66 kV വരെയാണ്. എക്സ്ട്രാ സൂപ്പർ ടെൻഷൻ പറയുമ്പോൾ 132 kV. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിൾ ആണ്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്ട്രാ ഹൈ ടെൻഷൻ കേബിൾ ആർ യൂസ്ഡ് ഫോർ ദ വോൾട്ടേജ് ലെവൽ ഓഫ്. അപ്പോൾ എക്സ്ട്രാ ഹൈ ടെൻഷൻ പറയുമ്പോൾ അപ് ടു എങ്ങനെയാണ്? 66 kV അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? 33 kV ടു 66 kV. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 30. ഹൈ വോൾട്ടേജ് ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ ഈസ് എക്കണോമിക്കലി അവൈലബിൾ ഫോർ അല്ലേ? എങ്ങനെയാണ്? ഹൈ വോൾട്ടേജ് ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ ഈസ് എക്കണോമിക്കലി അവൈലബിൾ ഫോർ ഏതാണെന്നാണ്? ഓപ്ഷൻ എ ഷോർട്ട് സർക്യൂട്ട് കറന്റ്, ഓപ്ഷൻ ബി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ഓപ്ഷൻ സി DC കറന്റ്, ഓപ്ഷൻ ഡി AC കറന്റ്. ഏതാണ് വരുന്നത്? ഹൈ വോൾട്ടേജ് ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ ഈസ് എക്കണോമിക്കലി അവൈലബിൾ ഫോർ എന്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്? AC കറന്റ് ആണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഈസി ആയിട്ട് അവിടെ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ചെയ്യാൻ പറ്റും അല്ലേ? കമ്പയർ ടു DC. അപ്പോൾ ഹൈ വോൾട്ടേജ് ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ ഈസ് എക്കണോമിക്കലി അവൈലബിൾ ഫോർ ഏതാണ്? AC കറന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ ആൾട്ടർനേറ്റിംഗ് കറന്റ്? ഡയറക്റ്റ് പറയുമ്പോൾ എന്താണ്? അവിടെ കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും അല്ലേ? പോളാരിറ്റി ഒക്കെ ഉള്ളതാണ് നമ്മളുടെ DC കറന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാ വരുന്നത്? ഹൈ വോൾട്ടേജ് ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ ഈസ് എക്കണോമിക്കലി അവൈലബിൾ ഫോർ ഏതാണ്? നമ്മളുടെ AC കറന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 40. ഇറ്റ് ഈസ് ഡിസയർഡ് ടു ട്രാൻസ്മിറ്റ് ഇലക്ട്രിക്കൽ പവർ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 200 km. വാട്ട് കുഡ് ബി ദ മോസ്റ്റ് എക്കണോമിക്കൽ ട്രാൻസ്മിഷൻ വോൾട്ടേജ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? അതായത് ട്രാൻസ്മിറ്റ് ഇലക്ട്രിക്കൽ പവർ ഫോർ എ ഡിസ്റ്റൻസ്, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്നുണ്ട് ക്വസ്റ്റ്യനകത്ത് 200 km എന്നുണ്ട്. അപ്പോൾ വാട്ട് കുഡ് ബി ദ മോസ്റ്റ് എക്കണോമിക്കൽ ട്രാൻസ്മിഷൻ വോൾട്ടേജ് റേഞ്ച് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ നോക്കിയേ, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ട പോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ നോക്കിയതിൽ ഡിസ്റ്റൻസ് ആണ് പർട്ടിക്കുലറായി സ്പെസിഫൈ ചെയ്തിരുന്നത്. അപ്പോൾ 50 to 30 ആണെങ്കിൽ 11 ആണ്, 30 to 60 ആണെങ്കിൽ അത് 33 ആണ്, 60 to 100 ആണെങ്കിൽ അത് 66 ആണ്, 100 to 200 പറയുമ്പോൾ 132 വരും, 200 to 300 ആണെങ്കിൽ അത് 220 ആണ്, 300 to 400 എന്ന് പറയുമ്പോൾ അത് 400 ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 200 km എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ് എക്കണോമിക്കൽ ട്രാൻസ്മിഷൻ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് ഏതായിരിക്കും? 200 to 200 എന്ന് പറയുമ്പോൾ 132 ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 50. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വായിക്കണം ഓരോ സ്റ്റേറ്റ്മെന്റും. എന്താ ചോദിച്ചിട്ടുള്ളത്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഓപ്ഷൻ എ എന്താണ്? വൈൽ ഡിസൈനിങ് എ ഡിസ്ട്രിബ്യൂട്ടർ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് നോട്ട് കൺസിഡേർഡ്. അതായത് നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ടാപ്പിംഗ്സ് ആർ ടേക്കൺ ഫ്രം ദ ഡിസ്ട്രിബ്യൂഷൻ ഫോർ സപ്ലൈ ഓഫ് കൺസ്യൂമേഴ്സ്. വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് എ മെയിൻ കൺസിഡറേഷൻ ഇൻ ഡിസൈനിങ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. സർവീസ് മെയിൻ കണക്ട് കൺസ്യൂമേഴ്സ് ടു ദ ഡിസ്ട്രിബ്യൂട്ടർ ഡയറക്ട്ലി. എന്താണ് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ നമുക്കറിയാം മെയിനായിട്ട് അല്ലേ, മെയിനായിട്ട് ഏതൊക്കെയാണ് വരുന്നത്? ഒരു ഫീഡർ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, സർവീസ് മെയിൻസ് ഉണ്ട്. അറിയാലോ, നമ്മൾ ഇതിൻ്റെ ഡയഗ്രാം ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫീഡർ പറയുമ്പോൾ എന്താണ്? കണ്ടക്ടേഴ്സ് കണക്ട് ചെയ്തിരുന്നത് അല്ലെ, സബ്സ്റ്റേഷനിൽ നിന്നും സപ്ലൈ ഗിവൺ ആയിട്ട്, അതായത് നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് സപ്ലൈ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫീഡേഴ്സ് കണക്ട് ചെയ്യുന്നത്. അവിടെ എന്താ ഉണ്ടാവില്ല? ടാപ്പിങ്സ്, ഒരു ടാപ്പിങ്ങോ അങ്ങനെയുള്ള
കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ഡിസ്ട്രിബ്യൂട്ടർ പറയുന്നത് എന്താണ്? ദ കണ്ടക്ടർ ടാപ്പ് ഇൻ വിച്ച് എ ലോട്ട് ഓഫ് ടാപ്പിംഗ് ഈസ് ടേക്കൺ ടു സപ്ലൈ ടു ദ കൺസ്യൂമർ. ബേസിക്കലി അവിടെ എന്താണ്? വോൾട്ടേജ് ഡ്രോപ്പ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കിയ സ്റ്റേറ്റ്മെന്റ് എ നോക്കിയേ, ഡിസ്ട്രിബ്യൂട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റല്ലേ? അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ എന്താണ്? കൺസിഡർ ചെയ്യും. കൺസിഡർ നോട്ട് അല്ല, ഇറ്റ് വിൽ ബി എന്താണ്? കൺസിഡർ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ എ തന്നെയാണ്. അതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. പിന്നെ നോക്കിയ സർവീസ് മെയിൻസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ദ കണ്ടക്ടേഴ്സ് ആർ കണക്റ്റഡ് ദ ഡിസ്ട്രിബ്യൂട്ടർ ടു ദ കൺസ്യൂമർ ടെർമിനൽ. സോ വോൾട്ടേജ് ഏതാണ് നമ്മളുടെ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ഈ ഒരു ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 60. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? വീണ്ടും സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നോക്കിയേ, ദ ഇലക്ട്രിക്കൽ പവർ ഫ്രം 11 kV ലൈൻ ഈസ് ഡെലിവേർഡ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ. Option B, the distribution substations are located near consumer localities. Option C, distribution substations step down the voltage to 400 volt. അപ്പോൾ ഏതാണ് കറക്റ്റ് ആണ്? ഡിസ്ട്രിബ്യൂട്ടറിന്റെ കേസ് നോക്കിയേ, ദ കണ്ടക്ടർ ഇൻ വിച്ച് എ ലോട്ട് ഓഫ് ടാപ്പിംഗ്സ് ഈസ് ടേക്കൺ ടു ദ സപ്ലൈ ടു ദ കൺസ്യൂമർ ആണ് അല്ലേ? അതിലെന്താണ്? നമ്മൾ ബേസിക് വോൾട്ടേജ് ഡ്രോപ്പ് കൺസിഡർ ചെയ്യും. സോ ഇലക്ട്രിക്കൽ പവർ ഫ്രം 11 kV ലൈൻ ഈസ് ഡെലിവേർഡ് ടു ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റും, അതായത് എയും ബിയും സിയും എല്ലാം എന്താണ്? കറക്റ്റ് തന്നെയാണ്. അതായത് നമ്മൾ സാധാരണ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? കൺസ്യൂമർ ലൊക്കാലിറ്റീസിന്റെ അടുത്ത്. നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ? പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എവിടെ തന്നെയാണ് വെക്കുന്നത്? കൺസ്യൂമറിന്റെ ലൊക്കാലിറ്റീസിന്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ അടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ്, അതായത് അവിടെ എന്ത് ചെയ്യും? വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട് അല്ലെ? 400 വോൾട്ട് ലൈൻ ടു ലൈൻ. എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ് തന്നിട്ടുള്ളത് കേട്ടോ. Next question number 17. Which of the following statement is true regarding AC distribution system and DC distribution system? വീണ്ടും സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് തന്നെയാണ്. എസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡി സി അല്ലേ, ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നോക്കിയേ, ഇൻ ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ദ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഡ്യൂ ടു റെസിസ്റ്റൻസ് ഓൺലി അല്ലെ? വോൾട്ടേജ് ഡ്രോപ്പിൽ എന്താണ്? ഡി സി ഡിസ്ട്രിബ്യൂഷനിൽ എന്താണ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് മൂലമാണ് ഉണ്ടാവുന്നത്? റെസിസ്റ്റൻസ് മാത്രമായിട്ടാണോ? ആണോ? നോക്കാം. അടുത്തത് എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? ആണ്. റെസിസ്റ്റൻസ് മാത്രമേ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഒരു എ സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ്? വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഡ്യൂ ടു റെസിസ്റ്റൻസ് ഓൺലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ എ സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ദ എഫക്ട് ഓഫ് ഇൻഡക്ടൻസ് ഈസ് ഓൾവേസ് നെഗ്ലക്റ്റഡ്. അതും എന്താണ്? റോങ് ആണ്. അവിടെ ഇൻഡക്ടൻസ് ഉണ്ട് അല്ലെ? അപ്പൊ നോക്കിയേ, അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓൺലി എ. അതായത് ഒരു ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്ത് വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് മൂലമാണ് ഉണ്ടാവുന്നത്? റെസിസ്റ്റൻസ് വഴിയാണ് അല്ലെ? അപ്പൊ ഒരു എ സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഡ്യൂ ടു റെസിസ്റ്റൻസും അതുപോലെ എന്താണ്? ഇൻഡക്ടൻസും ഉണ്ട്. നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ എന്തുണ്ട്? റെസിസ്റ്റൻസും ഇൻഡക്ടൻസും ഉണ്ട്. അതുപോലെ ഡി സി ഡിസ്ട്രിബ്യൂഷനിൽ കപ്പാസിറ്റൻസ് ഒന്നും പ്രസന്റ് ചെയ്യില്ല, അതുകൊണ്ട് പവർ ലോസ് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. പിന്നെ ഇൻഡക്ടൻസ് പ്രസന്റ് ചെയ്യുന്നില്ല. ഡി സി ഡിസ്ട്രിബ്യൂഷനിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെ കുറവായിരിക്കും ഡി സി ഡിസ്ട്രിബ്യൂഷനിൽ കേസിൽ. ഓക്കെ, Question number 80. In three-phase transmission line, the exchange of conductor position at regular interval along the line is called. ഇനി എന്താ പറയുന്നത്? ട്രാൻസ്പോസിഷൻ ആണ് കേട്ടോ. ഒരു ത്രീ-ഫേസ് ട്രാൻസ്മിഷൻ ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ the exchange of conductor position at regular interval along the line നമ്മൾ എന്താ പറയുന്നത്? ട്രാൻസ്പോസിഷൻ ആണ് കേട്ടോ. അപ്പോൾ ഒരു ത്രീ-ഫേസ് ട്രാൻസ്മിഷൻ ലൈനകത്ത് എക്സ്ചേഞ്ച് ഓഫ് കണ്ടക്ടർ പൊസിഷൻ അറ്റ് റെഗുലർ ഇന്റർവെൽ along the line പറയുന്ന നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോസിഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. Question number 19. In AC operated electromechanical contactors, the problem of chattering is eliminated by എങ്ങനെയാണ്? Option A, increasing the conductor cross section. Option B, using aluminium instead of copper as conductor material. Option C, laminating the electromagnetic core. Option D, placing copper shading band on pole facing of electromagnet. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? നമ്മൾ ചെയ്യേണ്ടത് ഒരു എ സി ഓപ്പറേറ്റഡ് ഇലക്ട്രോ മെക്കാനിക്കൽ കോൺടാക്ടേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ദ പ്രോബ്ലം ഓഫ് ചാറ്ററിങ് എങ്ങനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ് ഒരു പോൾ ഫേസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിൽ പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് എന്താണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next, question number 20. The making current of a three-phase breaker with a rating 2000 millivolt ampere 33 kV will be. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് നോക്കിയേ. നമ്മളവിടെ എസ് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 2000 തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 33 kV ആക്കി മാറ്റി. V2 എന്ന് പറയുന്നത്
3 kV ആണെന്ന് എഴുതാം. ബ്രേക്കിംഗ് കറന്റ് ഓഫ് എ സർക്യൂട്ട് ബ്രേക്കറിന്റെ ഫോർമുല IB ഈക്വൽ ടു എന്താണ്? S/√3V2 ആണ്. S നമ്മളുടെ കയ്യിലുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. S ഈക്വൽ ടു എന്താണ്? 2 × 10⁻⁹ ഡിവൈഡഡ് ബൈ √3 × 33 × 10⁻3. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 34 എന്നാണ്. അപ്പോൾ 2.54 × IB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 89 kA ആണ്. നോട്ട് ചെയ്യുക കേട്ടോ, 89 kA ആണ്. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിന്റെ പ്രോബ്ലം ആണത്. സർക്യൂട്ട് ബ്രേക്കർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോവാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, കാരണം കുറച്ച് കാര്യങ്ങളെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുള്ള വലിയൊരു ടോപ്പിക്കാണ് അല്ലേ? നിങ്ങൾക്കറിയാം, ആ മൊഡ്യൂൾ ഏറ്റവും വലിയൊരു മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ ഒരുപാട് കണ്ടന്റുകളുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ്, നല്ല കുറേ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടി. അതായത് 10 മാർക്കാണെങ്കിൽ കൂടിയും അതിലെന്താണ് ഒരുപാട് കണ്ടന്റ് ഏരിയ, അതായത് നിറയെ വേസ്റ്റ് ആണ്. അതായത് പവർ സിസ്റ്റത്തിലെ എല്ലാ ടോപ്പിക്കും അതിനകത്ത് ഇൻക്ലൂഡ് ആണ്. നന്നായി പഠിച്ചു പോവാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.